അപ്പോൾ നമുക്കറിയാം ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസറിൻ്റെ എക്സാം ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മന്തിലാണ് ഉണ്ടാകുന്നത്. നമ്മുടെ കലണ്ടർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും നമുക്ക് കൺഫർമേഷൻ ഏപ്രിൽ, മെയ് ഏതെങ്കിലും ഒരു മാസം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഇപ്പോഴേ നമ്മൾ പഠിച്ചു തുടങ്ങിയാലേ നമുക്ക് എക്സാമിൻ്റെ ആ ടൈം ആകുമ്പോഴത്തേന് കംപ്ലീറ്റ് ടോപ്പിക്സും കവർ ചെയ്ത് കിട്ടത്തുള്ളൂ. സോ നമ്മൾ ഏപ്രിൽ മന്ത് 10th മുതൽ നമ്മൾ സ്റ്റഡി പ്ലാൻ ഇട്ടിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ പോകുന്നതായിരിക്കും. അപ്പം താല്പര്യമുള്ളവർക്കൊക്കെ ഇതിനോടൊപ്പം തന്നെ പഠിച്ച് വരാം. അപ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ ഇവിടെ ആക്കിയിട്ടുണ്ട്. ഏപ്രിൽ 10 മുതൽ ഏപ്രിൽ 30 വരെ ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് ഇട്ടിട്ടുണ്ട്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ പോലെ ആക്കി തരാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും അഭ്യർത്ഥന പ്രകാരം നമ്മളിപ്പോൾ ഒരു ടൈം ടേബിൾ ഇവിടെ ആക്കിയിട്ടുണ്ട്, ഒരു സ്റ്റഡി പ്ലാൻ ആക്കിയിട്ടുണ്ട്. മാത്രമല്ല ടെലിഗ്രാമിൽ നമ്മൾ ഒരു ചാറ്റിന് ഡിസ്കഷന് വേണ്ടിയിട്ടൊരു ഗ്രൂപ്പും കൂടി ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഓരോ ടോപ്പിക്സും പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ, അതിപ്പം ഏത് ഭാഗത്തു നിന്നാണെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ ആ ഒരു ഡിസ്കഷൻ ഗ്രൂപ്പിൽ ചോദിക്കാം. അപ്പം എനിക്ക് ടൈം കിട്ടുന്ന സമയത്ത് ഞാനത് നിങ്ങൾക്കത് പറഞ്ഞു തരുകയും കൂടി ചെയ്യാം. ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മുതൽ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം ടേബിൾ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ സ്റ്റഡി പ്ലാൻ നോക്കാം. സോ നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ഫസ്റ്റ് ഏപ്രിൽ 10th വരുന്നത് അനാറ്റമി ഓഫ് ലങ്സ് ആണ്. നമ്മൾ സിലബസ് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ടോപ്പിക്സ് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ആ ഒരു സെയിം ഓർഡറിലാണ് പഠിച്ചു പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഏപ്രിൽ 10th വരുന്നത് അനാറ്റമി ഓഫ് ലങ്സ് ആണ്. അനാറ്റമി ഓഫ് ലങ്സിൽ മെയിനായിട്ട് പഠിക്കേണ്ട നോട്ട്സും അതുപോലെ വീഡിയോ ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ വീഡിയോ ക്ലാസ്സസും നോട്ട്സും ഒക്കെ പഠിക്കുക. നെക്സ്റ്റ് ഏപ്രിൽ 11th വരുന്നത് അനാറ്റമി ഓഫ് ലങ്സ് തന്നെയാണ്. ആ ദിവസങ്ങളിൽ നമുക്ക് MCQs നോക്കുക, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഈ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പം ഈ ഒരു പാറ്റേണിലായിരിക്കും പോകുന്നത്. ഫസ്റ്റ് ഡേ നമ്മൾ മെയിൻ നോട്ട്സും അതുപോലെ വീഡിയോ ക്ലാസ്സസും അങ്ങനത്തെ അതൊക്കെ പഠിക്കും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഈ സെയിം ടോപ്പിക്കിൻ്റെ MCQs റെഫർ ചെയ്യുക. MCQസും PYQ അതുപോലെയുള്ള ടെസ്റ്റ് പേപ്പേഴ്സൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ റെഫർ ചെയ്യുക. സോ ഏപ്രിൽ 11th അനാറ്റമി ഓഫ് ലങ്സ്. നെക്സ്റ്റ് ഏപ്രിൽ 12th വരുന്നത് ഫിസിയോളജി ഓഫ് റെസ്പിറേഷൻ. ഏപ്രിൽ 13 ഫിസിയോളജി ഓഫ് റെസ്പിറേഷൻ ആണ്. മെയിൻ നോട്ട്സും അതുപോലെ തന്നെ MCQs നെക്സ്റ്റ് ഡേ നോക്കുക. ഇനി ഏപ്രിൽ 14th നമ്മൾ പഠിച്ച ഈ 2 ടോപ്പിക്സ് റിവൈസ് ചെയ്യുക. അനാറ്റമി ഓഫ് ലങ്സും അതുപോലെ ഫിസിയോളജി ഓഫ് റെസ്പിറേഷനും 2 ടോപ്പിക്സും റിവൈസ് ചെയ്യാം. ഈ ഫിസിയോളജിയുടെ ആ ഒരു ടോപ്പിക്കിൽ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷനും കൂടി പഠിക്കണേ. ഫിസിയോളജി ആൻഡ് ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ ആ ഒരു ടോപ്പിക്ക്, അപ്പോൾ അതും കൂടി നോക്കണം. ദെൻ നെക്സ്റ്റ് ഏപ്രിൽ 15th വരുന്നത് എയർ പൊല്യൂഷൻ ആണ്. ഏപ്രിൽ 16th എയർ പൊല്യൂഷൻ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. എയർ പൊല്യൂഷൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്ന ഒരു ടോപ്പിക്ക് എയർ പൊല്യൂഷൻ. അപ്പോൾ അതൊരു കുറച്ച് വലിയ ടോപ്പിക്കാണത്. അപ്പോൾ അത് 2 ദിവസം കൊടുത്തിട്ടുണ്ട് എയർ പൊല്യൂഷൻ പഠിക്കാൻ വേണ്ടിയിട്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ട്സ്, വീഡിയോ ക്ലാസ്സസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ നോക്കി പഠിക്കുക. ഇത് 2 ദിവസം തന്നിട്ടുണ്ട് എയർ പൊല്യൂഷൻ പഠിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഏപ്രിൽ 17th എയർ പൊല്യൂഷൻ്റെ MCQ PYQs ഒക്കെ നോക്കുക. നെക്സ്റ്റ് ഏപ്രിൽ 18th വരുന്നത് റെസ്പിറേറ്ററി ഡിസീസസ്. ഏപ്രിൽ 19 റെസ്പിറേറ്ററി ഡിസീസസിൻ്റെ MCQs നോക്കുക. ദെൻ ഏപ്രിൽ 20 സിലിക്കോസിസ്, 21 സിലിക്കോസിസ്. ദെൻ 22 വരുന്നത് ന്യൂമോകോണിയോസിസ് ആണ്. മെയിൻ നോട്ട്സും ക്ലാസ്സസും ഒക്കെ പഠിക്കുക ന്യൂമോകോണിയോസിസ്. ദെൻ ഏപ്രിൽ 23 ന്യൂമോകോണിയോസിൻ്റെ MCQസും PYQs നോക്കുക. ദെൻ 24 ബെഗാസോസിസ്, 25 ബെഗാസോസിസ്. 26 ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ്റെ മെയിൻ നോട്ട്സ്. 27 ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ്റെ MCQs, PYQ എക്സെട്രാസ് ഒക്കെ നോക്കുക. 28 and 29 ഡ്രൗണിങ്, ഫസ്റ്റ് എയ്ഡ് ഫോർ ഡ്രൗണിങ് ആണ്. ദെൻ 30th നമ്മൾ ഏപ്രിൽ 15 മുതൽ 29 വരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഫുൾ റിവൈസ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര മണിക്കൂർ ഒരു ദിവസം പഠിക്കണം, അത്ര പഠിച്ചാൽ മതിയോ എന്നൊക്കെ കുറേ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മാക്സിമം ഒരു 4 hours പഠിക്കണം. എന്തായാലും 4 hours രാവിലെ 2 മണിക്കൂറും രാത്രി 2 മണിക്കൂറും എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് പഠിക്കാം. അതുപോലെ തന്നെ വർക്കിംഗ് ഇല്ലാതെ ഉള്ളവർക്ക് രാവിലെ ഒരു 5 മണിയാകുമ്പോൾ എഴുന്നേൽക്കുക, 6 മണി വരെ പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് നോൺ ടൈമിൽ ഏതെങ്കിലും ഒരു 1 hour പഠിക്കുക. ഈവനിങ് 4 to 5 അല്ലെങ്കിൽ 6 to 7 ഏതെങ്കിലും ഒരു ടൈം അവിടെ 1 hour എടുക്കുക. പിന്നെ രാത്രി നൈറ്റ് ഒരു 10 to 11 കൂടി ഇരിക്കുക. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്തിട്ട് ഒരു 4 hours പഠിക്കുക. വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ രാവിലെ ഒരു 4 മണി തൊട്ട് 6 മണി വരെ പഠിക്കുക. പിന്നെ രാത്രി 9 മണി തൊട്ട് 10 മണി വരെയും 10 മണി തൊട്ട് 11 മണി വരെ, അങ്ങനെ നിങ്ങൾക്ക് 4 മണിക്കൂർ പഠിക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പം മോർണിംഗ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, 4 മണിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ലെങ്കിൽ 5 മണിയാകുമ്പോൾ എഴുന്നേറ്റിട്ട് ഒരു 7 മണി വരെ പഠിക്കാൻ പറ്റുമോ നോക്കുക. അങ്ങനെയൊക്കെ അത് ബാലൻസ് ചെയ്ത് പോവുക. ഓക്കെ, ഇപ്പോൾ രാവിലെയും രാത്രിയും വർക്ക് ചെയ്യുന്നവർ അങ്ങനെ നോക്കുക. ദെൻ അല്ലാതെ സ്റ്റഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വീട്ടമ്മമാർ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവരുടെ ആ ഒരു ടൈം അനുസരിച്ച് 4 മണിക്കൂർ നിങ്ങൾ പഠിക്കുക. ഓക്കെ,
അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് പറയാം. അപ്പം അതിനുള്ള കാര്യം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തും. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമ്മളത് ക്ലിയർ ചെയ്ത് തരും. പിന്നെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിലും കൂടി ജോയിൻ ചെയ്യുക. അതൊന്ന് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അതിൽ നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന കാര്യങ്ങളൊക്കെ അതിൽ ചോദിക്കാം. അതിൽ നമുക്ക് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.